നിലാപക്ഷി ഭാഗം 15. പുതിയ പ്രഭാതത്തിലേക്ക് പ്രത്യാശയോടെയാണ് അനാമിക ഉണർന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെയുള്ള ഒരു പൊൻപുലരി. അത് എത്ര വർണ്ണിച്ചാലും തീരാത്തതായിരുന്നു. അവൾ അമ്മുവിനെ നോക്കി. നല്ല ഉറക്കം. അവൾ അമ്മുവിനെ ഉണർത്താതെ പതിയെ വാഷ്റൂമിലേക്ക് പോയി ബ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷായി. മിഥുൻ എഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കിച്ചണിൽ കയറി നോക്കി. അവിടെ കാര്യമായിട്ട് ഒന്നുമില്ലായിരുന്നു. ചായപ്പൊടിയും പഞ്ചസാരയുമുണ്ട്. അവൾ അത് വെച്ച് ചായ ഉണ്ടാക്കി. അവൾ അതുമായി ഹാളിലേക്ക് വന്നപ്പോഴാണ് മിഥുൻ എഴുന്നേറ്റ് വരുന്നത്. ആഹാ, നീ എണീറ്റോ? ചായയൊക്കെ ഉണ്ടാക്കിയോ? മിഥുൻ ചിരിയോടെ ചോദിച്ചു. നമുക്കിനിയും സാധനങ്ങൾ കിച്ചണിലേക്ക് വാങ്ങണം. അവൾ പറഞ്ഞപ്പോൾ അതൊക്കെ റെഡിയാക്കാമെന്ന് അവൻ സമ്മതിച്ചു. ഞാൻ ഒന്ന് റെഡിയായി നിനക്ക് വേണ്ട ഡ്രസ്സുകളും മറ്റും വാങ്ങി വരാം. 11 മണിക്കാണ് രജിസ്ട്രേഷൻ, അവൻ പറഞ്ഞു. അവർ ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം എന്നും പറഞ്ഞിരുന്നു. അനാമിക അവരെയും കാത്തിരുന്നു. ഏറെ സമയം വൈകിക്കാതെ തന്നെ അനിലും മിഥുനും മടങ്ങി വന്നു. എല്ലാവരും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ഒരുങ്ങിയിറങ്ങി. മിഥുൻ കൊണ്ടുവന്ന സെറ്റ് സാരി ഉടുത്ത് അനു ഒരുങ്ങിയിറങ്ങി. അങ്ങനെ എല്ലാവരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പുറപ്പെട്ടു. 11 മണിക്ക് മുൻപ് തന്നെ അവർ അവിടെ എത്തി. അനിലും മിഥുനും പിന്നെ അവരുടെ കുറച്ച് സുഹൃത്തുക്കളും എത്തിയിരുന്നു. അവർ വിവാഹത്തിന് സാക്ഷികളായി. രജിസ്റ്ററിൽ ഒപ്പുവെക്കുമ്പോൾ അനു മിഥുനെ ഒന്ന് നോക്കി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. രജിസ്റ്റർ ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോയത്. മിഥുൻ ഒരു താലിമാല വാങ്ങിച്ചിരുന്നു. അമ്പലനടയിൽ വെച്ച് അവൻ ദൈവങ്ങളെ സാക്ഷിയാക്കി അനാമികയുടെ കഴുത്തിൽ താലി ചാർത്തി. അവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ട് നിന്നു. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവൻ അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നതിനിടയിൽ അവൻ അവളുടെ നെറ്റിയിലൊരു നനുത്ത ചുംബനം നൽകി. അവൾ ഒരു നിമിഷം അച്ഛനോടും അമ്മയോടും മനസ്സിൽ മാപ്പു പറഞ്ഞു. അച്ഛൻ്റെ വാശി കാരണം മാത്രമാണ് മിഥുനെ അവൾക്ക് കിട്ടാതിരുന്നത്. അമ്പലത്തിൽ നിന്നും താലികെട്ടി നേരെ വാടക വീട്ടിലെത്തി. മിഥുൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. ഭക്ഷണവും പായസവും എല്ലാം സുഹൃത്തുക്കളാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. വൈകുന്നേരമായപ്പോൾ അനിലും അമ്മുവും പിന്നെ മിഥുനും അനുവും മാത്രമായി. ഓഫീസിൽ നിന്നും ഒരു പേപ്പർ ശരിയാക്കേണ്ട ഒരത്യാവശ്യത്തിന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞാണ് മിഥുൻ ഇറങ്ങിയത്. രാവിലെയും ഊർമിള വിളിച്ചിരുന്നു. വരാൻ വൈകും എന്നാണ് അവൻ മമ്മയെ അറിയിച്ചത്. അനാമിക വളരെ സന്തോഷവതിയായിരുന്നു. വീട്ടിലെ അവസ്ഥ എന്താകുമെന്നോർക്കുമ്പോൾ അവൾക്ക് ഉള്ളിൽ സങ്കടവുമുണ്ട്. രാത്രിയായപ്പോൾ അനിലും അമ്മുവും നാളെ വരാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് അനാമിക ഫ്രഷാവാൻ വേണ്ടി പോയി. അവൾ കുളി കഴിഞ്ഞ് ഒരു നേർത്ത നൈറ്റി എടുത്ത് അണിഞ്ഞു. അവൾക്കായി മിഥുൻ വാങ്ങിയ ഡ്രസ്സുകൾക്കിടയിൽ അതുമുണ്ടായിരുന്നു. അവൾ ഹാളിലെത്തി. മിഥുൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ആഹാ, നല്ലയാളാ. ആദ്യ രാത്രിയായിട്ട് ഇതാണോ തൻ്റെ വേഷം? വേഗം പോയി മോളൊരു സാരി ഉടുത്തേ, അവൻ പറഞ്ഞു. പിന്നെ സാരി എനിക്കൊന്നും വയ്യ, ഇത് മതി, അവൾ പറഞ്ഞപ്പോൾ മിഥുൻ സമ്മതിച്ചില്ല. ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവും ചൂടി പാൽ ഗ്ലാസും കൊണ്ടങ്ങ് വന്നാൽ മതി. അത് എൻ്റെ ആഗ്രഹമാണ്, മിഥുൻ പറഞ്ഞു. അമേരിക്കയിലൊക്കെ പോയി പഠിച്ചയാൾ ഇത്രയ്ക്ക് പഴഞ്ചനായിരുന്നോ? ഞാൻ കരുതി നൈറ്റിയൊക്കെ ആയിരിക്കും ഇയാൾക്കിഷ്ടമാവുക എന്നാണ്, അവൾ ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇത്തിരി ഓൾഡ് ഫാഷനാ, നീ ചെന്നേ, അവൻ പറഞ്ഞു. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ മുറിയിലേക്ക് പോയി. മിഥുൻ ഫ്രഷായി വരുമ്പോൾ മുറിയിൽ മുല്ലപ്പൂവും സാരിയും ചുറ്റി അനാമിക നിൽപ്പുണ്ടായിരുന്നു. പതിവിലും അവൾ സുന്ദരിയായിരിക്കുന്നു എന്നവന് തോന്നി. അവൻ അവളുടെ പിറകിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ കോരിത്തരിച്ചു പോയി. പതിയെ അവൻ്റെ കൈവിടുവിച്ച് പാൽ ഗ്ലാസ് അവനു നേരെ നീട്ടി. അവനത് വാങ്ങി പകുതി കുടിച്ചു. പിന്നെ ബാക്കി അവൾക്ക് നൽകി. അവൾ അത് വാങ്ങി കുടിച്ചു. അവൻ അവളുടെ കൈ പിടിച്ച് തൻ്റെ അരികിലായി ഇരുത്തി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. ഇങ്ങനെ നിന്നെ എൻ്റെ അരികിൽ കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല, അവൻ പറഞ്ഞു.
പിന്നെ അവളെ മെല്ലെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തി. അവളുടെ മാറിടത്തിൽ നിന്നും സാരി മാറ്റി. അവൾ നാണം കൊണ്ട് ചുമന്നു തുടുത്തു. മിഥുൻ, എനിക്ക് നാണമാകുന്നു. മിഥുന് തീരെ നാണമില്ലല്ലോ, അവൾ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ എൻ്റെയും കൂടിയാണല്ലോ, ഞാൻ എന്തിനു നാണിക്കണം? അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓരോരോ ഹുക്കുകളായി അഴിച്ച ശേഷം അവൻ അവളുടെ മാറിടത്തിലൂടെ കൈയോടിച്ചു. അനാമിക പ്രണയവിവശയായി. അവൻ അവളുടെ ദേഹത്തു നിന്നും വസ്ത്രങ്ങളെല്ലാം അടർത്തി മാറ്റി. പിന്നെ അവൻ അവളിലേക്ക് പടർന്നു കയറി. അവൻ അവളുടെ ഓരോ സിരകളിലേക്കും ചൂട് പകരുകയായിരുന്നു. അവളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉയരാൻ അവന് കഴിഞ്ഞു. അവളിൽ നിന്നും സീൽക്കാരം പോലെ പതിഞ്ഞ ശബ്ദങ്ങളുണ്ടായി. അവൻ അവളിലെ മധു കുടിക്കുന്ന ശലഭമായി. അവൻ അവളുടെ കാമത്തിൻ്റെ പൂർണ്ണതയിലെത്തി. അവളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവൻ ഓടിയെത്തി. അവരുടെ ജീവിതയാത്രയിലെ സുവർണ നിമിഷങ്ങളായിരുന്നു അത്. പരസ്പരം ഒന്നായലിഞ്ഞ് അവർ ഗാഢമായി ഉറങ്ങി.